നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ഒരു പുതിയ പ്രോഗ്രാം ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് സോജൻ, എടപ്പാട്ടു വീട്ടിൽ പരേതനായ മത്തായിയുടെ മകൻ. ഇദ്ദേഹം അടങ്ങുന്ന നാലംഗ കുടുംബം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ കുമാരപുരം പഞ്ചായത്തിലാണ് താമസം. എൻ്റെ പേര് സിനോജ്. ഞാൻ കുമാരപുരം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ്, അതായത് ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന മെമ്പറാണ്. സോജനെയും കുടുംബത്തെയും വളരെ ചെറുപ്പം മുതൽക്ക് എനിക്കറിയാവുന്നതാണ്. സോജനെ കൂടാതെ സോജൻ്റെ ഭാര്യ, സോജൻ്റെ അമ്മ, മോനടങ്ങുന്ന 4-അംഗ കുടുംബമാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സോജൻ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. എനിക്ക് ഒരു 10-12 വയസ്സുള്ളപ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ വലത് കൈക്ക് ഭയങ്കരമായ ഒരു അപകടം ഉണ്ടായി. 2-3 പ്രാവശ്യം ഒടിയും കാര്യമൊക്കെ ചെയ്ത് പല ആശുപത്രി കൊണ്ടുപോയി. അന്നത്തെ സാഹചര്യങ്ങളിൽ അത് വലിയ ഹോസ്പിറ്റലൊന്നുമില്ല. ഈ നാട്ടുമ്പുറത്താപ്പെ നാട്ടുവൈദ്യന്മാരൊക്കെ ചികിത്സിച്ചപ്പോൾ കൈക്ക്, ചുരുക്കി പറഞ്ഞാൽ കൈക്ക് ഭയങ്കരമായ വേദനയും അങ്ങനെ പല ഒടിവുകളൊക്കെ പറ്റി അന്നത്തെ സാഹചര്യത്തിൽ അതുപോലെയൊക്കെ കൈ കത്തി കൂടുകയൊക്കെ ചെയ്തു. പിന്നീടുള്ള ജീവിതത്തിൽ വളരെ ഞാൻ പഠിച്ച് ഒരു 10-ാം ക്ലാസ് പഠിച്ച ഒരു പ്രീ ഡിഗ്രി വരെയൊക്കെ പോയെങ്കിലും പിന്നീട് എനിക്ക് തുടർന്ന് ഈ കൈക്ക് കരച്ചിലായ ഭയങ്കര വേദനയും മറ്റു തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെയായിരുന്നു. എന്നാൽ എനിക്ക് മറ്റു ജോലികളൊന്നും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും കൃഷിക്കാരനായിട്ട് തന്നെ ഇങ്ങനെ ജീവിച്ചു. ബൈബിളൊക്കെ വായനയൊക്കെ ആയിട്ട് ചെറുപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച മനസ്സുമായി ടാപ്പിംഗ് ഉപജീവന മാർഗമായി സ്വീകരിച്ച സോജൻ 13 വർഷം മുമ്പാണ് വിവാഹിതനായത്. വിവാഹശേഷം നീണ്ട 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ. 2 വർഷം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥനയുടെയും മരുന്നിൻ്റെ ഒക്കെ ഫലമായി ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ഞങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞിനെ ഞങ്ങൾ അവനെ ദൈവത്തിൽ സമർപ്പിച്ച് തന്നെ വളർത്തണമെന്ന് ഓർത്ത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ പേരിട്ടപ്പോഴും അവന് ബൈബിളിലെ പേരിട്ടു, ബോവാസ് എന്ന്. അങ്ങനെ പേരിട്ട് അവനെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 3 മാസമായപ്പം, അവൻ 3-4 മാസമായപ്പോൾ അവൻ്റെ കൊച്ചിന് ഒരു ദിവസം പാല് കുടിച്ചിട്ടുണ്ടപ്പം കൊച്ചിൻ്റെ കണ്ണൊന്ന് മുകളിലോട്ട് പോയി. അപ്പം എനിക്കൊരു സംശയം തോന്നി, ഇത് എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടപ്പോൾ ഡോക്ടർ അത് നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 ഡോക്ടർമാർ ഇത് എന്താണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ 2-3 ഡോക്ടർമാരുടെ അടുത്തുകൊണ്ട് അവരെല്ലാവരും കൊച്ചു നോർമലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചെങ്കിലും യഥാർത്ഥ രോഗം കണ്ടെത്തിയത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഫസ്റ്റിലത്തെ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യണത്. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇത് കാര്യമായിട്ടൊന്നും നിങ്ങൾ പേടിക്കാനില്ല, എന്തോ വല്ല ഹോളോ വല്ലായിരിക്കും, ചിലപ്പോൾ അത് അടഞ്ഞു പൊക്കോളും, നമുക്ക് എന്നാലും നിങ്ങൾ 1 മാസം കഴിഞ്ഞ് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുട്ടി തന്നത് ദൈവം അങ്ങനെ ഒരു നമ്മൾ കുറേ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ആകെ ഒരു ഇതായി ഞങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോയി കുഞ്ഞിനെ ആശുപത്രിയിൽ വേറൊരു ഡോക്ടറിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാരിത്താസിലെ കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. അപ്പോഴാണ് ഡോക്ടറാണ് ഇങ്ങനെ പറയുന്നത്, കൊച്ചിന് ഇച്ചിരി ഹാർട്ടിന് ഇച്ചിരി കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വിദഗ്ധമായിട്ടുള്ള ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാ ചെക്കപ്പും അവിടെ തന്നെ കാരിത്താസിൽ തന്നെ ചെയ്തു. ഡോക്ടർ ജോണി ജോസഫ്.
മാസം പ്രായമുള്ളപ്പോൾ അവനെ ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇതിന് ആൻജിയോഗ്രാമിൻ്റെ അകത്ത് സൈറ്റസ് ഇൻവേഴ്സസ്, ലിവോകാർഡിയ, സിംഗിൾ വെൻട്രിക്കിൾ, അങ്ങനെ കുറേ ഡയഗ്നോസിസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണെന്നാണ് അവർ പറഞ്ഞ 7 മാസത്തിൽ ചെയ്യുന്ന സർജറി. അതിപ്പോൾ ഒരു ഷണ്ടാണ്, ഒരു ട്യൂബ് അവർ ലങ്സിലോട്ട് കണക്ട് ചെയ്യുകയാണ് പ്യൂരിഫിക്കേഷൻ നടക്കാൻ വേണ്ടി. അങ്ങനത്തെ ഫസ്റ്റ് സർജറി ഞങ്ങൾ അമൃതായി ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഫോണ്ടാനാണ്. അത് അവൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പിന്നീട് ചെയ്യണം. അപ്പോൾ നമുക്ക് അവർ 5 വയസ്സിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ മറ്റുള്ള പിള്ളേരേലും, കാരണം ഇവൻ്റെ ഓക്സിജൻ്റെ അളവൊക്കെ ഭയങ്കര ഡോക്ടർമാർ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവൻ്റെ ഓക്സിജൻ്റെ അളവൊക്കെ. അന്ന് തന്നെ എല്ലാ ഡോക്ടേഴ്സും പറയായിരുന്നു ഇങ്ങനെയുള്ളൊരു കുഞ്ഞാന്ന് ആരും പറയില്ല എന്ന്. ആദ്യ സർജറിക്കു ശേഷം തങ്ങളുടെ മകനെയും ചേർത്തുവച്ച് ഓരോ ചെക്കപ്പിനായും ഹോസ്പിറ്റലിൻ്റെ പടികൾ കയറിയിറങ്ങിക്കൊണ്ടിരുന്ന ഈ കുടുംബത്തിന് ബോവാസിൻ്റെ 5-ാം വയസ്സിൽ ഡോക്ടർ നിർദ്ദേശിച്ച സർജറി എന്ന ഘട്ടം വേദന നിറഞ്ഞതായിരുന്നു. ചെക്കപ്പിനെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ നെക്സ്റ്റ് സർജറിക്ക് ടൈം ആയെന്ന് ഞങ്ങളോട് പറഞ്ഞു 5 വയസ്സുള്ളപ്പോൾ. അപ്പം ഞങ്ങൾ ഫൈനാൻഷ്യലായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി അങ്ങ് താഴെ നിൽക്കുന്ന സമയമാണ് അപ്പോഴും. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ വെല്ലൂരൊന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞു, ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഒരിക്കലും, അവിടുത്തെ കാർഡിയോളജിസ്റ്റ് ഒരിക്കലും ഇതിന് സമ്മതിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ ഇനി സർജറി ചെയ്യണ്ട, അവിടെ അങ്ങനൊരു രീതിയിലാണ് ഡോക്ടർ പറയുന്നത്, ഇത് വേണ്ട, ഇവനിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അത്രയ്ക്ക് പീഡിയാട്രിക് കാർഡിയോളജി അത്രയ്ക്ക് ഡെവലപ്ഡ് ആയില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ മദ്രാസ് മെഡിക്കൽ മിഷനിലെ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ സുരേഷ് കുമാർ. അപ്പം ഡോക്ടറോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ സെക്കൻഡ് സർജറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഈ സർജറി എന്ന് പറയുന്നത് ആ പ്രായത്തിൽ അപ്പോൾ ചെയ്യേണ്ട, കാരണം കൊച്ചിൻ്റെ വെയിറ്റ് കൂടണം, അല്ല കുറച്ചുകൂടെയൊക്കെ അവൻ പ്രായമാകുമ്പോൾ ഇതൊരു ഫൈനൽ സ്റ്റെപ്പാണ്. അപ്പം ഇത് എപ്പോഴാണെങ്കിലും ഇതൊരു പാലിയേറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്, കംപ്ലീറ്റ് ക്യൂർ അല്ല. അപ്പോൾ അവന് ഇച്ചിരിയും കൂടെ വയസ്സാകും തോറും അത് അങ്ങനെ ഇവൻ ഫസ്റ്റ് കണ്ടീഷൻ അവൻ ഫസ്റ്റ് സർജറി നന്നായിട്ട് പോവുകയാണ്, അവന് ആ ഫ്ലോ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സെക്കൻഡ് സർജറി ഇച്ചിരി കഴിഞ്ഞ് മതി. ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു 10 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക് ആ സമയമാണ് കറക്റ്റ് സമയം എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നും ചെക്കപ്പും ബോവാസിന് ഒരു സന്തത സഹചാരിയായി തീർന്ന അവസ്ഥയിൽ മനം നൊന്ത് പിതാവ് സോജൻ 2006 മുതൽ രോഗപീഠയാൽ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി സമ്പൂർണ്ണ ബൈബിൾ കൈകൊണ്ടെഴുതാൻ തുടങ്ങി. ബൈബിള് കൈകൊണ്ട് എഴുതിയത് 2012 ഡിസംബർ 19 വിശുദ്ധ ബൈബിള്, സമ്പൂർണ്ണ ബൈബിള് 1339 അധ്യായം ഞാൻ കൈകൊണ്ട് എഴുതി തീർത്തിയാണ്. അപ്പോൾ ഇത് 2006 എഴുതി തുടങ്ങിയത്, അതിനു മുമ്പ് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി 8 മണി തൊട്ട് 1 മണി വരെയുള്ള സമയമാണ് ഇത് എഴുതാനായിട്ട് ഉപയോഗിച്ചത്. ഇതിന് 225 പേന വേണ്ടി വന്നു. ആദ്യം എഴുതിയത് A4 43 വലിയ ബുക്കിൽ 2 പേജിലായിട്ടാണ് എഴുതി തുടങ്ങി. അപ്പോൾ ഇത് എഴുതി തീർക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയം ആളുകൾക്കുണ്ടായിരുന്നു. ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പലരും എന്നോട്, എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും സ്നേഹിതന്മാരും മറ്റ് നമ്മുടെ വിശ്വാസത്തിൽ പോണവർ പോലും എന്നോട് ചോദിച്ചിരുന്നു, ഇതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല. കാരണം ഇന്നത്തെ ലോകത്ത് ഇലക്ട്രോണിക് യുഗത്തിൽ ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ എഴുത്ത് പോലും ഇല്ലെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെങ്ങനെ 1339 കൈകൊണ്ട് എഴുതി, ഇതൊന്നും ആരും ഇന്നുവരെ എഴുതിയിട്ടില്ല, ഒന്നും നടപടിയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിലുപരിയായിട്ട് വ്യക്തിപരമായിട്ട് എൻ്റെ ഈ കൈയുടെ വേദന, ഭയങ്കരമായ കൈയെടുക്കും. അപ്പോൾ ഞാൻ പഴയ നിയമം എഴുതി കഴിഞ്ഞ് പുതിയ നിയമത്തിലെ മത്തായി, മർക്കോസ്, ലൂക്കോ വരെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൈയുടെ വേദന ഞാൻ 25 വർഷത്തിൽ മേളിൽ എന്ന് പറയാം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കൈയുടെ വേദന അങ്ങ് മാറിപ്പോയി എന്ന് പറയുന്നതാണ് സത്യം.
അസുഖങ്ങളുടെയും മരുന്നുകളുടെയും നടുവിലും ഈ ചെറിയ വയസ്സിൽ ബോവാസിൽ പ്രകടമായിരുന്ന കഴിവുകൾ വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊപ്പം അധ്യാപകരിലും അത്ഭുതമുളവാക്കി. ഞാൻ കരൂര് സെൻറ് ജോൺസ് UP സ്കൂളിലെ അധ്യാപകനാണ്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ബോവാസിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അവൻ സ്കൂളിൽ വളരെ ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളിലും പഠിത്തത്തിനും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും നല്ല കഴിവുള്ള കുട്ടിയാണ്. 8 കുട്ടികളോടൊപ്പം ഓടിച്ചാടി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇവനൊരു രോഗിയാണെന്ന് നമുക്ക് തോന്നുകയില്ല. അതുപോലെ തന്നെ ഓർഗൻ വായിക്കുന്ന കാര്യത്തിലും കഴിഞ്ഞ ആനിവേഴ്സറിയുടെ സമയത്ത് അവൻ ഓർഗൻ വായിക്കുന്നത് ജനങ്ങളുടെ മുഴുവൻ കയ്യടി വാങ്ങി. ഇത്രയേറെ കഴിവുള്ളൊരു കുട്ടിയാണ്. അവൻ ഞങ്ങളുടെ സ്കൂളിന് നല്ലൊരു അഭിമാനമാണ്. പക്ഷേ അവൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അവൻ്റെ പപ്പായെ കൊണ്ട് താങ്ങാനാവുന്നതല്ല. മരുന്നുകൾക്കിടയിൽ തൻ്റെ ബാല്യത്തെ തളച്ചിടാതെ ഓടിയും ചാടിയും പാടിയും നടക്കുന്ന തങ്ങളുടെ മകൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു സർജറി കൂടി അനിവാര്യമാണെന്ന ഡോക്ടറിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ പകച്ചു പോവുകയാണ് ഈ മാതാപിതാക്കൾ. ഇപ്പം ഈ സമയത്തായപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ സമയമായി, ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അങ്ങനെ ഇച്ചിരി എന്താ പറയുക, കൊച്ചിൻ്റെ സമയം സർജറിക്ക് സമയമായിട്ടും ഞങ്ങൾ പോകാതിരിക്കുന്നത്. ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി വിറ്റുകഴിഞ്ഞിരുന്നു ഇവർ ഈ മകൻ്റെ ഇതുവരെയുള്ള ചികിത്സയ്ക്കായി. അങ്ങനെ ഇപ്പോഴത്തെ സർജറിക്ക് അവർ പറയുന്നത് 4 ലക്ഷം രൂപ ചിലവ് വരും. അപ്പം നമ്മൾ അതനുസരിച്ച് എല്ലാം തയ്യാറാകണം. അപ്പം ഞങ്ങൾക്കും ഇപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ഞങ്ങൾ കടപ്പെടുത്തി ഉണ്ടായിരുന്ന സ്വത്തെല്ലാം വിറ്റാണ് ഞങ്ങൾ ചെയ്തത്. അവന് നമുക്ക് ദൈവം തരും, അവന് നമുക്ക് ദൈവം എന്താ പറയുക, കാരണം അവന് ദൈവം നമുക്ക് തന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ ദൈവത്തെ ഉറച്ച് വിശ്വസിക്കുന്നതും. ഒരു വഴി നമുക്ക് തുറന്നിടുമെന്ന് ദൈവം തുറന്നിടുമെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാർഷിക മേഖലയിൽ റബ്ബറിൻ്റെ വില ഇടിഞ്ഞതിനാൽ ടാപ്പിംഗ് തൊഴിലാളിയായ സോജൻ്റെ വരുമാനം കുറഞ്ഞതോടെ ഭാര്യ സീനയുടെ ഒരു ചെറിയ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ തുകയാണ് ഈ കുടുംബത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കൊപ്പം മകൻ്റെ ചികിത്സയ്ക്കായും ഉപയോഗിച്ചു പോരുന്നത്. കൊച്ചിൻ്റെ അപ്പ ഒരു നാമമാത്ര കർഷകൻ എന്ന് പറഞ്ഞ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പം അങ്ങനെ ആയപ്പോൾ എനിക്കും ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ ഞങ്ങളും കുറേ എല്ലാം ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ടൊക്കെ ഇങ്ങനെ താഴ്ന്നു ഇരിക്കുന്ന അവസ്ഥയിൽ ഇപ്പം എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. പിന്നെ ഇപ്പം റബ്ബറിൻ്റെ ഇതാണെങ്കിലും വിലയും കുറഞ്ഞു, അതിൻ്റെ ഇതെല്ലാം കുറവായതുകൊണ്ട് അപ്പയ്ക്കും ഒരു നല്ലൊരു വരുമാനമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ താഴ്ന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഈ അവസ്ഥയിൽ ഇനി ഒരു സർജറിക്കായി 4 ലക്ഷം രൂപ കണ്ടെത്തുക ഈ കുടുംബത്തിൻ്റെ തോളിൽ താങ്ങാൻ കഴിയുന്നതിലും വലിയ ഭാരമായി മാറിയിരിക്കുകയാണ്. സോജൻ എൻ്റെ സുഹൃത്താണ്. സോജൻ്റെ കുട്ടി ജന്മനാ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. നിലവിലുള്ള 15 സെൻറ്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് കുട്ടിക്ക് വേണ്ട ഓപ്പറേഷൻ ചിലവ് സോജൻ കണ്ടെത്തുന്നത്. ഇനിയും ഒരു ഓപ്പറേഷൻ കൂടി ആവശ്യമുണ്ട്. അതിന് 4 ലക്ഷം രൂപ ചിലവ് വരും. അത് സോജന് ഉടനെ കണ്ടെത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ താമസിച്ചു പോവുകയാണ്. ഇവിടെയാണ് നാം ഓരോരുത്തരും യഥാർത്ഥ മനുഷ്യരായി തീരേണ്ടത്. നമ്മുടെ ഒരു ചെറിയ തുക മതിയാകും ഈ കുരുന്നിൻ്റെ ജീവൻ
പിടിച്ചു നിർത്താൻ. അതിനായി നമുക്കൊരുമിക്കാം. അങ്ങനെ ഈ കുരുന്നു ജീവനും പാറിപ്പറക്കട്ടെ ഈ ലോകത്തിൽ. നമ്മുടെയെല്ലാം നന്മയുടെ പുസ്തകത്തിൽ ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട്. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, പിൻ 680309, ചാലക്കുടി, സൗത്ത് ഇന്ത്യ. മൊബൈൽ 0944-773-1804. ഇമെയിൽ mail@goodnesstv.tv. പ്രിയപ്പെട്ടവരെ, ആഷിൽ ആൻ്റണി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കിഡ്നി രോഗത്താൽ വേദനിക്കുന്ന ഒരു മകനാണ്. ഈ രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്ന ആഷിൽ തൻ്റെ ശാരീരികമായ രോഗാവസ്ഥയിൽ മനസ്സുമടുക്കാതെ പൂർണ്ണമായും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ ശാരീരികമായ രോഗത്തിന് സൗഖ്യം നൽകുമെന്ന പൂർണ്ണമായ വിശ്വാസത്തിലാണ്. ഇപ്പോൾ ഈ മകൻ്റെ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ്. ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായമാണ് 3,13,000 രൂപ. അതിൻ്റെ ചെക്ക് ഈ മകനെ നമ്മൾ ഏൽപ്പിച്ചു. നമുക്ക് വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു പ്രത്യാശയുമുണ്ട്. കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിലൂടെ ഈ മകൻ പൂർണ്ണമായിട്ടും രോഗസൗഖ്യം പ്രാപിക്കുമെന്നും നല്ലൊരു ഭാവി ഈ മകന് ലഭിക്കുമെന്നും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്ന ചികിത്സയുമാണ് തുടർന്നുള്ള നാളുകളിൽ ഈ മകന് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞ നാളുകളിൽ ഗുഡ്നസ് ടെലിവിഷനിലൂടെ ഈ മകൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി അനേകം ആൾക്കാർ സഹായിക്കാൻ സന്നദ്ധരായി. ഇതിൻ്റെ പിന്നിൽ സഹായിച്ച ഓരോ നല്ല മനസ്സുള്ള വ്യക്തികളെയും ഏറ്റവും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഒരു രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന സാമ്പത്തികമായ സഹായം നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ ആ ചെയ്ത ഓരോ വ്യക്തിയും അവരുടെ കുടുംബവും അവരുടെ ജോലി മേഖലകളും എല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും എന്നുള്ളത് പൂർണ്ണമായ നമ്മുടെ ബോധ്യമാണ്. ഈ ബോധ്യത്തോടു കൂടിയാണ് ആഷിൽ ആൻ്റണിയെ സഹായിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായ എല്ലാ വ്യക്തികളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ മകൻ്റെ ചികിത്സാ സഹായത്തിനായിട്ട് നിങ്ങൾ ചെയ്ത എല്ലാ സംഭാവനയും നന്ദിയോടെ ഓർക്കുകയും ഈ മകന് കിഡ്നി മാറ്റിവെക്കുന്നതിലൂടെ പൂർണ്ണമായ സൗഖ്യവും നല്ലൊരു ഭാവിയും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആശംസിക്കുന്നു. ദൈവം സമർത്ഥമായി ഈ മകനെ അനുഗ്രഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് ഗുഡ്നസ് TV-യിലെ പ്രോഗ്രാം കണ്ട എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ച ഗുഡ്നസ് TV-യിലെ പ്രേക്ഷകർക്ക് എൻ്റെ നന്ദി. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Da